വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ റെസിപ്പീസാണ്. അപ്പോൾ അതാ ഇപ്പം നമുക്ക് എല്ലായിടത്തും വൈറൽ ഫീവറും എല്ലാം ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു തക്കാളി രസം വെക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 2 ഇടത്തരം തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ നമുക്ക് ആ ചെറിയ ജാറുണ്ടല്ലോ അതിലേക്കിടാം. പിന്നെ വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വാളംപുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളി വേണ്ട, വെള്ളം മതി. ഇത് നല്ലപോലെ അരച്ചെടുക്കാം. നമുക്ക് നല്ലപോലെ അരയണം അത്. അപ്പോൾ ഇതാ നല്ലപോലെ നമ്മൾ ചെറിയ ജാറിൽ ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് രസം ഉണ്ടാക്കാനുള്ള പാത്രം നമുക്ക് ചൂടാക്കി അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. പിന്നെ ഞാനൊരു 4 വറ്റൽമുളക് കീറിയിടുന്നുണ്ട്. ഇനി ഇതിന് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയായിരുന്നു. കറിവേപ്പില ഇല്ല. കറിവേപ്പില ഇട്ടോണം നമ്മൾ രസം ഉണ്ടാക്കുമ്പം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്നതെല്ലാം കൂടെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആ മുളകൊക്കെ ഒന്ന് മൂത്തപ്പോൾ അതിലേക്ക് ഒഴിച്ചു. പിന്നെ കുറച്ച് വാളംപുള്ളിയുടെ വെള്ളം കൂടെ കുറച്ചും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചൂടായി നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ഉപ്പും ഇട്ട്, പിന്നെ വേണ്ടത് നമുക്ക് മല്ലിയിലയാണ്. മല്ലിയില എത്രത്തോളം ഇടുന്നോ അത്രയും ടേസ്റ്റാണ് രസത്തിന്. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ടു. നല്ലപോലെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രസം റെഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പനി ഒക്കെ വരുമ്പം നല്ല സുഖമാണിത്. വേറെ കറിയൊന്നും വേണ്ട, കുറച്ച് പിക്കിളും കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചോറുണ്ണാനായിട്ട് പറ്റും. അപ്പോൾ ഈ തക്കാളി രസം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇനി ഞാൻ വെക്കുന്നത് നമ്മുടെ ട്യൂണ ഫിഷാണ്, കാലിഫോർണിയയുടെ. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഫിഷ് അത് കുറച്ച് ഉടഞ്ഞതാണ്. പിന്നെ നമ്മൾ കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ ഓയിലെല്ലാം നമ്മൾ നല്ലപോലെ ഞെക്കി കളഞ്ഞിട്ട് വേണം. പിന്നെ അതിനാവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞതും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങായും, നമുക്കറിയാമല്ലോ ഒരു പീര വെക്കാൻ ആ മീനിനനുസരിച്ചുള്ള തേങ്ങായും കൂടെ നമ്മൾ എടുക്കുക. അപ്പോൾ തേങ്ങായും കൂടെ ചേർത്ത് നമുക്ക് വെക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്കിതാക്കി കൊടുക്കണം. കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് നല്ലപോലെ കൈകൊണ്ടെല്ലാം കൂടെ കൂട്ടി തിരുമ്മി നമുക്കെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുടംപുളി, ഒരു 3-4 കഷ്ണം കുടംപുളിയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുടംപുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. ഒത്തിരി വേണ്ട, കുറച്ച് മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ മീൻ പീര വെക്കുന്ന പോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ലാസ്റ്റ് വാങ്ങുമ്പം കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. ഇതിനി ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ മെഴുക്കുവരട്ടിയും കൂടെയാണ്. അതിന് ഞാൻ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പിന്നെ പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് നമുക്ക് കടുക് ഇടുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർക്കേണ്ടതുള്ളൂ. അപ്പം നമ്മൾ അതിലേക്ക് അതും കൂടെ ഇട്ടു. എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി. നമ്മൾ മെഴുക്കുവരട്ടി തോരൻ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളം ഒഴിക്കുകയേ വേണ്ട. നമ്മൾ മൂടി വെക്കുമ്പം അതിൻ്റെ ആവി വെള്ളത്തിൽ വേണം ഇത് വേവാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. വെള്ളം ഒഴിച്ചാൽ കുറച്ച് ടേസ്റ്റ് മാറിപ്പോവും. അപ്പം അങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുത്തു. അപ്പം നമ്മുടെ ദാണ്ട ഉച്ചക്കത്തേക്കുള്ള റെസിപ്പി. ശരിക്കും ഇത് മൂന്നും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. തക്കാളി രസവും പൊട്ടറ്റോയും ക്യാരറ്റും മെഴുക്കുവരട്ടി, പിന്നെ ട്യൂണ ഫിഷ് പീരെ. അപ്പം എൻ്റെ ഇന്നത്തെ റെസിപ്പി സിമ്പിൾ റെസിപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.